ടെലിഗ്രാം ബോട്ട്സ്. നമുക്കറിയാം പലതരത്തിലുള്ള ടെലിഗ്രാം ബോട്ട്സ് ഉണ്ട്. അത് പലതും പല ആവശ്യത്തിന് യൂസ്ഫുള്ളുമാണ്. ക്രിപ്റ്റോയിൽ ഏറ്റവും നല്ല കോയിനുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനും നമ്മൾ പറയുന്നത് പോലെ വർക്ക് ചെയ്യുന്നതിനും പറ്റിയ ട്രേഡിംഗ് ബോട്ട്സുകൾ ധാരാളമുണ്ട്. ടെലിഗ്രാം ബോട്ട്സ് ഒരു പുതിയ നരേറ്റീവായി 2024 റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടി എന്നോണം പല ടെലിഗ്രാം ബോട്ട്സ് ബേസ്ഡ് കോയിൻസും ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള 5 കോയിനുകളാണ് ഈ വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. To know more, let's dive into the video along with me, Febin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ടെലിഗ്രാം ബോട്ട്സ് അതാണ് ക്രിപ്റ്റോയിലെ ഏറ്റവും പുതിയ തരംഗം. സാധാരണക്കാർക്ക് അത് ഭയങ്കര അപ്പീലിംഗുമാണ്. അതിനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും സാധാരണ ഡെക്സിൽ കിട്ടാത്ത 5 സവിശേഷ ഫീച്ചറുകൾ ടെലിഗ്രാം ബോട്ട്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ ഒരു നരേറ്റീവിന്റെ വാല്യൂ പ്രൊപ്പോസിഷനും അടുത്ത ബുൾറണ്ണിൽ എന്തുകൊണ്ട് ഇത്തരം കോയിനുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ ഈ സെക്ടറിൽപ്പെട്ട കോയിനുകൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ടെലിഗ്രാം ബോട്ട്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, അത് ടെലിഗ്രാമിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം, ഒരു പുതിയ കോയിൻ ഏതെങ്കിലും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ വാലറ്റിൽ ലോഗിൻ ചെയ്യണം. അത് കഴിഞ്ഞ് യൂണിസ്വാപ്പിൽ പോയിട്ട് ടോക്കൺ എടുക്കണം, സ്വാപ്പ് ചെയ്യണം, അങ്ങനെ പിന്നെ വീണ്ടും വാലറ്റിൽ വന്ന് അപ്രൂവ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കടമ്പകളുണ്ട്. ഈ ഒരു പ്രോസസ്സ് ടെലിഗ്രാം ബോട്ട്സ് ഭയങ്കര ഈസി ആക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിബോട്ട് എന്ന് പറയുന്ന ടെലിഗ്രാം ബോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് 3 വാലറ്റ്സ് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ വാലറ്റിൽ ഏതിലെങ്കിലും കുറച്ച് കാശ് ഇടുക, അതിനുശേഷം മേടിക്കേണ്ട കോയിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. 1 click. ദ കോയിൻ ഈസ് സ്വാപ്ഡ് ഫ്രം എ ഡെക്സ് ആൻഡ് ഇൻ ടു യുവർ വാലറ്റ്. ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താനായിട്ട് ടെലിഗ്രാം ബോട്ട്സിന് പറ്റുന്നുണ്ട്. അതായത് ടെലിഗ്രാമിൽ കോൺഫിഗർ ചെയ്യുന്ന വാലറ്റ് വഴി ഒറ്റ ക്ലിക്കിൽ നമുക്ക് വേണ്ട കോയിൻസ് മേടിക്കാൻ പറ്റുന്നു. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ക്രിപ്റ്റോയിൽ പുതിയതായി വരുന്നവർക്ക് അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം മെറ്റാമാസ്ക്, യൂണിസ്വാപ്പ്, സ്വാപ്പിംഗ്, അപ്രൂവിങ്, ഫീസ്, ഇങ്ങനത്തെ കടമ്പകളൊന്നും അവർ അറിയുന്നില്ല. അതൊക്കെ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്, പക്ഷെ അവർ അറിയുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1 click ബൈ ആൻഡ് സെൽ ആണ്. നമുക്ക് 3 വാലറ്റ്സ് ആണ് ഈ പർട്ടിക്കുലർ യൂണിബോട്ട് എന്ന് പറയുന്ന ബോട്ട് തരുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഇട്ടിട്ട് 1 click മേടിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡെക്സിൽ നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് ഇല്ല. ആ ഒരു ഫീച്ചർ ഇവർ എക്സ്ട്രാ ഈ ബോട്ടുകൾ വഴി നമുക്ക് തരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കോയിൻ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര രൂപ എത്തിയാൽ വിൽക്കണം, അല്ലെങ്കിൽ ഇത്ര സ്റ്റോപ്പ് ലോസ് എത്തിയാൽ ലോസ് കട്ട് ചെയ്തിട്ട് എക്സിറ്റ് ആവണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഡെക്സിന് ഇല്ലാതിരുന്ന ഒരു ലിമിറ്റ് ഓർഡർ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്യുകയാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെക്സ് എന്ന് പറയുന്നത് AMM വഴി വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഓട്ടോമാറ്റഡ് മാർക്കറ്റ് മേക്കറാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, മേടിക്കുന്നു, അല്ലാതെ ഇത്ര വില എന്ന് പറഞ്ഞ് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫീച്ചർ ടെലിഗ്രാം ബോട്ട്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഒരു ടോക്കൺ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നിൽ ബേബി സിറ്റ് ചെയ്യേണ്ട. ഒരു ടാർഗറ്റ് വയ്ക്കുന്നു, ആ ടാർഗറ്റ് എത്തുമ്പോൾ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോസ് കഴിഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്ത് വി ആർ എക്സിറ്റിംഗ് ഇറ്റ്. ആ ഒരു പരിപാടി ടെലിഗ്രാം ബോട്ട്സിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്രിപ്റ്റോയിൽ സ്കാംസ് വളരെ കോമൺ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിലുള്ള 2 കോമൺ ടെക്നിക്സ് ആണ്. ഒന്ന് റഗ് പുള്ളും, രണ്ടാമത്തത് ഹണി പോട്ടും. എന്താണ് റഗ് പുൾ എന്ന് പറയുന്നത്? അതായത് അവിടെ കോയിൻ വിൽക്കാൻ വെക്കുക, എന്നിട്ട് നമ്മൾ കുറേ കോയിൻ മേടിച്ച ശേഷം അവർ ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്ത് നമ്മളുടെ ടോക്കൺസും കൊണ്ട് എടുത്തിട്ട് പോകുക. അതായത് ലിക്വിഡിറ്റി ഡ്രെയിൻ ചെയ്യുക എന്നാണ് ഇതിനെ പറയുക. അതിനെയാണ് റഗ് പുൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ലിസ്റ്റ് ചെയ്ത ടോക്കൺ അവർ എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റി എടുത്തിട്ട് പോകും. അപ്പോൾ കോയിൻ നമ്മൾ മേടിച്ചിട്ട് നമുക്ക് കുറേ വർത്ത്ലെസ് ആയിട്ടുള്ള കോയിൻസ് മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ കാശ് അവരുടെ കയ്യിലിരിക്കും. ഇതിനെയാണ് റഗ് പുൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എഴുതുന്ന കോഡുകളുണ്ട്. അങ്ങനത്തെ കോഡുകളും അങ്ങനത്തെ പ്രൊജക്റ്റുകളും നല്ല പ്രൊജക്റ്റുകളായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ടെലിഗ്രാം ബോട്ട്സിന് പറ്റും. രണ്ടാമത്തെ തരം സ്കാമാണ് ഹണി പോട്ട് എന്ന് പറയുന്നത്.
അതായത് നമുക്ക് കോയിൻസ് മേടിക്കാനേ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റില്ല. അതായത് തേൻകുടത്തിൽ കൈ ഇടുന്ന പോലെ, കൈ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രാപ്ഡ് ആക്കി, പിന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാശ് അവരുടെ അടുത്തിരിക്കും, കോയിൻ നമ്മുടെ അടുത്തിരിക്കും. പക്ഷെ ഈ കോയിൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിറ്റാലാണ് തിരിച്ച് കാശാക്കാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അടുത്ത് മേടിച്ച കോയിൻസ് അങ്ങനെ അവിടെ ഉണ്ടാവും. കാശ് അവരെടുത്തിട്ട് പോകും. അതാണ് ഹണി ട്രാപ്പ്. സോറി ഗൈസ്, അത് ഹണി ട്രാപ്പ് അല്ല, ഹണി പോട്ടാണ്. ഓക്കെ, അപ്പൊ ഹണി പോട്ട് ആൻഡ് ഡ്രഗ് പൂൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ടെലിഗ്രാം ബോട്ട്സുകളുടെ ഒരു ഭയങ്കര കിടിലൻ സവിശേഷതയാണ്. അതായത് നല്ല പ്രൊജക്റ്റുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ബോട്ടുകളുടെ സഹായം ഉണ്ടെങ്കിൽ. പിന്നെ അഞ്ചാമത്തെ ഒരു ഫീച്ചറാണ് ലിക്വിഡിറ്റി സ്നൈപ്പിംഗ് എന്ന് പറയും. അതായത് ഇത് വേറൊന്നുമല്ല, ഒരു പുതിയൊരു പ്രൊജക്റ്റിലേക്ക് കുറച്ച് എക്സ്ട്രാ ലിക്വിഡിറ്റി വരുമ്പോൾ ഏത് പ്രൊജക്റ്റിലാണ് നല്ല ലിക്വിഡിറ്റി ആഡ് ചെയ്തത് എന്നുള്ളത് ഇവർ നമുക്ക് ഫ്ലാഗ് ചെയ്ത് തരും. എന്താണ് ഇതിന്റെ സവിശേഷത? അതായത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒന്നുമില്ലെങ്കിൽ ആദ്യം ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ലെവലിൽ നിന്ന് വേറെ ഒരു ലെവലിലേക്ക് വളരാൻ വേണ്ടി കുറച്ചും കൂടി ലിക്വിഡിറ്റി ആഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്താണ് ഈ ബോട്ട് കറക്റ്റായിട്ട് അത് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. നമ്മൾ ചെന്ന് ആദ്യം മേടിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്നവരൊക്കെ കോയിന്റെ പ്രൈസ് അപ്പാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെയാണ് ലിക്വിഡിറ്റി സ്നൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ലിക്വിഡിറ്റി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ദാറ്റ് ബോട്ട്സ് വിൽ ഇൻഫോം us. അതൊരു നല്ല ഫീച്ചറാണ്. എയർലി എൻട്രി കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ലിക്വിഡിറ്റി സ്നൈപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചില സ്പെഷ്യൽ പർപ്പസിനുള്ള ബോട്ട്സുകളും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂട്ട് ബോട്ട് എന്ന് പറയുന്ന ടെലിഗ്രാം ബോട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ എവിടെയൊക്കെ എയർ ഡ്രോപ്പ് ഫാമിംഗ്, എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീ ആയിട്ട് ടോക്കൺസ് തരുന്നതാണ്. അതായത് ആ ഒരു പ്രൊജക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ടോക്കൺ തരുന്നതിനെയാണ് എയർ ഡ്രോപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് ഇൻഫോം ചെയ്യും. നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടൻ ഫണ്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഇറ്റ് വിൽ ഡു ദ ഫാമിംഗ് ഓൾസോ. അതുകൊണ്ട് തന്നെ സാധാരണ റീറ്റെയിലുകാരുടെ ഇടയിലും ഈ എയർലി കോയിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ ഇതിന് നല്ല പോപ്പുലാരിറ്റിയാണ്. ഇതൊക്കെയാണെങ്കിൽ ഇത് കിടിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഈ ടെലിഗ്രാം ബോട്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പാസ്വേഡ്സ്, അതായത് സീഡ് ഫ്രേസ് എന്ന് പറയുന്ന പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യുന്നത് ടെലിഗ്രാമിൽ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ബി ഹാക്ഡ് എന്നുണ്ട്. പിന്നെ ഈ ടെലിഗ്രാം ആപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഇത്രയും ആൾക്കാരുടെ വാലറ്റ്സിന്റെ സീഡ് ഫ്രേസ് അതിൽ തന്നെയുണ്ട്. അത് ഹൈ റിസ്ക് ആണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്കാം ബോട്ടിൽ കയറി വാലറ്റ് ഉണ്ടാക്കി അതിൽ കാശിട്ടാൽ ഇമ്മീഡിയറ്റ്ലി അവരത് എടുത്തിട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ യൂണിബോട്ട് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, അതിൻ്റെ സോഴ്സ് കോഡ് ഹാക്ക് ചെയ്താൽ അവർ നമ്മുടെ അക്കൗണ്ടത്തെ ടോക്കൺസ് മുഴുവൻ ഡ്രെയിൻ ചെയ്യാം. കാരണം നമ്മുടെ വാലറ്റിന്റെ പാസ്വേഡ് അല്ലെങ്കിൽ സീഡ് ഫ്രേസ് സ്റ്റോർ ചെയ്യുന്നത് ഈ ആപ്പാണ്. അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടറാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, ഒരു ബൾക്ക് എമൗണ്ട് ഒന്നും നമ്മൾ ടെലിഗ്രാം ബോട്ട്സിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു സൈഡിൽ നല്ല കിടിലൻ ഫീച്ചേഴ്സ് തരുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു റിസ്കി ഫാക്ടറും ഇതിന്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ടെലിഗ്രാം ബോട്ട്സിന്റെ ഫീച്ചേഴ്സും റിസ്ക്കും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ബുൾ റണ്ണിലേക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 5 ടെലിഗ്രാം ബോട്ട് കോയിൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി ഒരു ചെറിയ കാര്യം, ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല നല്ല റിസർച്ച് നടത്താനും നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ടോക്കൺ യൂണിബോട്ട്. ഇവരാണ് ഈ ഒരു സ്ട്രീമിൽ വന്ന് ഏറ്റവും അധികം വളർച്ച കണ്ടുപിടിച്ചതും ഏറ്റവും അധികം പോപ്പുലാരിറ്റിയിലും ഉള്ളതായ ടോക്കൺ. ഈ ടോക്കൺ കറന്റ്ലി $57 നിൽക്കുന്നതെങ്കിലും വളരെ കുറഞ്ഞ സപ്ലൈയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും മേലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദേ ആർ ദ മോസ്റ്റ് ട്രസ്റ്റഡ് വൺസ്. ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വിശ്വസനീയത ഉള്ള ഒരു ബോട്ടുകളിലൊന്നാണ് യൂണിബോട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബനാന ഗൺ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ്. ഇതിന്റെ പേര് ഭയങ്കര ഫണ്ണിയാണ്, അല്ലെങ്കിൽ മീം കോയിൻ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളത്, നമ്മൾ കുറച്ച് ക്യാഷ് എക്സ്ട്രാ കൊടുത്താൽ അവർ ഗ്യാസ് ഫീ ഓട്ടോമാറ്റിക്കലി കൂട്ടി ഏറ്റവും ആദ്യം നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആക്കി ഈ ബോട്ട് നമുക്ക് മേടിച്ചു തരും. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു പുതിയ ICO ലിസ്റ്റിങ്ങോ വൈറ്റ് ലിസ്റ്റിങ്ങോ പുതിയ ലോഞ്ചൊക്കെ വരുന്ന സമയത്ത് നമ്മളായിരിക്കും ഏറ്റവും ആദ്യം മേടിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫീസും കമ്മീഷനും ഈ ബോട്ടിന് കൊടുക്കണം. സ്റ്റിൽ അത് വർത്തായിരിക്കും. ഈ റീസെൻ്റ്ലി നടന്ന ഒരു ടോക്കൺ ലോഞ്ചിൽ
$50,000 ബ്രൈബ് ചെയ്തിട്ട് ഫസ്റ്റ് ടോക്കൺ മേടിച്ച ഒരു ടീംസ് വിതിൻ ഹാഫ് ആൻ അവർ $2.5 million പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തത് ചെയിൻ GPT എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ്. കറന്റ് $0.05 നിൽക്കുന്നത്. സപ്ലൈ വളരെയധികം കൂടുതലാണ്. പിന്നെയുള്ളത് ബാഡ് ഐഡിയ AI. ഇതൊരു AI ഫീച്ചർ മിക്സ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നല്ല ടോക്കൺസ് കണ്ടുപിടിക്കാൻ കഴിവുള്ളതെന്ന് അവകാശപ്പെടുന്ന ഒരു ടോക്കൺ ആണ് ബാഡ് AI. സോ ഇത് നാലും ഓൾറെഡി ഇൻഡസ്ട്രി ലീഡേഴ്സും എല്ലാവരും ഉള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീസെന്റ്ലി ലോഞ്ച്ഡ് ആയ ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഒരു മൈക്രോ ക്യാപ്പ് ആണ്. അതായത് പ്രൊഫറ്റ് ബോട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് ലോഞ്ച് ആയിട്ട് റീസെന്റ്, അതായത് ഒരു 3 weeks ആകുന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ടോക്കൺസ് മേടിച്ചിട്ട് സർട്ടൻ എമൗണ്ട് ഓഫ് ടോക്കൺസ് മേടിച്ചിട്ട് സ്റ്റേക്ക് ചെയ്യണം. അപ്പോൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സിഗ്നൽസ് ആണ് അവർ തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുപോലത്തുള്ള കിടിലൻ കോയിൻ ഡിസ്കഷൻസ് സ്ഥിരമായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ആൽഫകൾ നേരത്തെ അറിയുന്നതിനായി ചാനലിൽ ലോഗിൻ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.